പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവർ, ഇന്ന് ഏപ്രിൽ 12 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ
നിനക്ക് ദൈവസന്ധിപ്പ് സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പുനരുദ്ധാന ദിനങ്ങളിലൂടെ ആണ് കടന്നു പോകുന്നത്. പുനരുദ്ധാനത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ച്, അതിൻ്റെ പ്രായോഗിക പരതയെക്കുറിച്ചും അതിൻ്റെ പ്രേക്ഷിത സാങ്കത്യത്തെക്കുറിച്ചും നമുക്ക് വളരെ ലളിതമായ ധാരണ വേണം. അങ്ങനെ വന്ന് നമ്മുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് അത് ഉപകരിക്കും. ഞാൻ എന്താ പറയണമെന്നറിയോ? ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ മനോഹരമായൊരു പ്രതിപാദ്യമുണ്ട്. അത് ഉദാഹരണത്തിന് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആ ദിവസം മേരി മാഗ്ഡലിനാണ് കർത്താവിൻ്റെ കല്ലറയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ശൂന്യമായ കല്ലറ കണ്ടു. അവിടെ ഒരു സ്വർഗീയ ദൂതൻ അവളോട് പറഞ്ഞു, കർത്താവ് ഇവിടെ ഇല്ല, കർത്താവ് അരുളിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞു. അവിടെ ആ വിവരം അറിയിക്കാൻ തിരിഞ്ഞടക്കുമ്പോൾ ഈശോയുടെ മുഖത്തേക്കാണ് അവൾ തിരിയണത്. അപ്പോൾ ഈശോ പറയും, നീ ചെന്ന് എന്നെ കണ്ട കാര്യം നമ്മുടെ സഹോദരങ്ങളോട് പറയാൻ പറയും. അത് മർക്കോസിന്റെ സുവിശേഷം 16:10 അവൾ ചെന്ന് അവനോട് കൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. ഓക്കെ അല്ലേ? അത് അപ്പോൾ ആ മെസ്സേജ് പാസ് ചെയ്ത് ഇനി അതിനടുത്ത ദിവസം 2 ശിഷ്യന്മാരെ, മിക്കവാറും ക്ലയഫസാണ്, അവർ തിരിച്ച് ബ്രഹ്മാവസ്ഥയിലേക്ക് പോകുന്ന വഴിക്ക് കർത്താവ് വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെടും. അവരെന്താണ് ചെയ്തതെന്ന് നോക്കിക്കേ. കർത്താവ് പ്രത്യക്ഷപ്പെട്ട ആ ആൾക്കാർ എന്താണ് ചെയ്തതെന്നാണ്, അടുത്ത നടപടി എന്താണെന്നാണ് പറയണത്. അവരെന്താ ചെയ്തത്? 16:13 വായിച്ചേ. അവർ പോയി, ആ 2 ശിഷ്യന്മാർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. പറഞ്ഞു വിശ്വസിച്ചില്ല. പക്ഷെ ഇനി വേറെ രസം വെച്ചാല് അവസാനം ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ വീണ്ടും ഈശോ 11 പേർക്കുമായിട്ട് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ആ 11 പേരോട് ഈശോ നിർദ്ദേശിക്കണത് എന്താ? അതെല്ലാം സെയിം ആണെന്ന് പറയുകയാണ് ഞാൻ. 16:15 വയസ്സ് അവൻ ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അപ്പൊ പുനരുത്ഥാനത്തെ സന്ദേശം മേരി മാഗ്ഡലിനോടായാലും എമ്മാവുസിലെ ശിഷ്യന്മാരോടായാലും 11 ശിഷ്യന്മാരോടായാലും യേശുവിന് ഒരു സന്ദേശമേ ഉള്ളൂ. എന്താണ്? ഈ മെസ്സേജ് പാസ് ചെയ്യണം. അതാണ് ഈ മെസ്സേജ്, ഈ സന്ദേശം കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതായത് ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥങ്ങൾ ഇനി വരാൻ പോകണം. മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ എന്താണ്? ഇനി എന്തെല്ലാം തരം കഷ്ടങ്ങളുണ്ടായാലും, അതെല്ലാം നമ്മൾ സഹിക്കേണ്ടി വന്നാലും അതിനെ നമ്മൾ അതിജീവിക്കും എന്നുള്ള ആവേശോജ്വലമായ സന്ദേശമാണ് പുനരുത്ഥാന സഹനത്തിൽ നിന്ന്. അതാണ് അവരോട് പറയണത്. മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? ലൂക്കാസ് സുവിശേഷം 24:26. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അതായത് ഈ മഹത്വത്തിലേക്കാണ് ഇത് കഴിച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ മഹത്വത്തിൻ്റെ സമയത്ത് നമ്മൾ ഈ സഹനം മറന്നുപോകും. അതാണ് എൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ കൺഫ്രണ്ട് ചെയ്യണതാണ്. പുനരുത്ഥാനത്തെ അഭിമുഖീകരിക്കുന്ന ഓരോരുത്തരും, ആ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും അവരുടെ പ്രഥമ ജോലി എന്താണ്? അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മറ്റുള്ളവരോട് അറിയിക്കുകയാണ്. എന്നാൽ മാത്രമേ ഒരു ക്രിസ്ത്യനായിട്ട് ദൈവം അംഗീകരിക്കത്തുള്ളൂ. ഞാൻ പലപ്പോഴും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗതികേട്, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, വിശ്വാസം കൈമാറ്റം ചെയ്യാത്തതാണ്.
നമ്മൾ 10-40 കൊല്ലമായി 20 കൊല്ലമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിശ്വാസം മറ്റുള്ളവർക്ക് കൈമാറുന്നില്ലല്ല. നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ കുറച്ചിലാണ്, അങ്ങനെ അതുകൊണ്ട് പല കാര്യങ്ങളുണ്ട് കർത്താവിന് നമ്മൾ ഒഴിവാക്കുന്നുണ്ടോ? കർത്താവ് ഒഴിവാക്കണം സ്ഥാനത്തിന്. അപ്പം അങ്ങനെ വരരുത്. നിങ്ങൾക്ക് ആവേശോജ്വലമായി പറയാൻ കഴിയണം, കർത്താവിനെ ഞാൻ കൈമാറിയിട്ടുണ്ടെന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.